ഫ്രണ്ട്സ്, അപ്പോൾ നേരത്തെ ഞാൻ ഒരു വർക്ക് ഏരിയയിലേക്ക് DB വെക്കുന്നൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു 8 വയുടെ DB വരുന്നുണ്ട്. അപ്പോൾ 8 വയുടെ DB എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടോട്ടലി വരുന്നത് 3 മോട്ടറാണ് വരുന്നത്. അപ്പോൾ 3 മോട്ടറിന് നമ്മൾ പറഞ്ഞ പോലെ 3 മോട്ടറാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ സാധാരണ ബോർവെല്ലാണെങ്കിൽ തന്നെ ചില സമയങ്ങളിൽ നമ്മൾ മോട്ടർ ഇടുന്ന സമയത്ത് ഒരു RCCB ട്രിപ്പിംഗ് വരുന്ന സംഭവം വരാറുണ്ട്. നമ്മളിപ്പോൾ കൊടുക്കുന്ന എല്ലാ മോട്ടറിലും RCCB ത്രൂ അല്ലാതെ മോട്ടർ നമ്മൾ കൊടുക്കാറില്ല. ചില സ്ഥലങ്ങളിൽ അത് അപൂർവമായിട്ട് മാത്രമേ വരാറുള്ളൂ. അവിടെ മാത്രമേ നമ്മൾ സെപ്പറേറ്റ് MCB ആക്കിയിട്ട് ഇതാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ RCCB ഇപ്പോൾ നമ്മൾ മോട്ടറിന് സെപ്പറേറ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വീട്ടിലത്തെ മൊത്തം കണക്ഷൻ നമുക്ക് ട്രിപ്പിംഗ് സംഭവിക്കില്ല. അപ്പോൾ ഇവിടെ ടോട്ടൽ 3 മോട്ടറാണ് വരുന്നത്. അതായത് 2 ബോർവെൽ, ഒരു കിണറും ഒരു മറ്റേ ഓപ്പൺ വെല്ലും, അതേപോലെ ഈ ഗാർഡന് നനയ്ക്കാൻ വേണ്ടിയിട്ട് വരുന്നൊരു സ്പ്രിംഗ്ലറിനുള്ളൊരു മോട്ടറും ഉണ്ട്. അങ്ങനെ ടോട്ടൽ 3 എണ്ണമാണ് നമ്മൾ മോട്ടറിൻ്റെ വരുന്നത്. അതിന് സെപ്പറേറ്റ് RCB വെച്ചിട്ട് അവിടെയാണ് നമ്മൾ കൺട്രോൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. സ്പ്രിംഗ്ലറിന് വെക്കുന്ന പമ്പ് ഇപ്പോൾ ആ കോർണറിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിൽക്കുന്നുണ്ടല്ലോ, അവിടെ നിന്നാണ് കൊടുക്കുന്നത്. ബോർവെല്ലിൻ്റെ വയറും കാര്യങ്ങളൊക്കെ നമ്മളവിടെ ഓൾറെഡി അവിടെ ആ സിൻഡെക്സ് ബോക്സിൽ കയറ്റി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അതൊക്കെ കണക്ട് ചെയ്യാണ്ട് ഇപ്പോൾ ഒരു ലെയർ മണ്ണിട്ടിട്ടാണ് നമ്മൾ സ്പ്രിംഗ്ലറിൻ്റെ പൈപ്പ് ഇടുന്നത് കേട്ടോ. ഇപ്പോൾ അതും കൂടി UG കേബിളിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു UG കേബിൾ ഇടാനുള്ള പൈപ്പാണ് ഈ കാണുന്നത് കേട്ടോ. അത് ഓൾറെഡി മണ്ണിടാൻ വേണ്ടിയിട്ട് പൈപ്പ് ഇട്ടിരിക്കുകയാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഔട്ട് ഹൗസ് വരുന്നുണ്ട്. ആ ഔട്ട് ഹൗസിലേക്കുള്ള UG കേബിൾ മാത്രമേ ഇടാനുള്ളൂ കേട്ടോ.